ഇന്നലെ T20 ലോകകപ്പിനായുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ അത്ഭുതപ്പെടുത്തിയ ഒരു സുപ്രധാന മാറ്റമുണ്ടായിരുന്നു. ശുഭ്മാൻ ഗിൽ ടീമിലില്ല. ഗില്ലിന്റെ കടുത്ത വിമർശകർ പോലും ഒന്നുറപ്പിക്കാനായി സ്ക്വാഡ് ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ടുണ്ടാവുമെന്ന് ഉറപ്പ്. ടീം സെലക്ഷൻ അനൗൺസ്മെന്റ് നടക്കും വരെ ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലും ശേഷം നടക്കുന്ന ലോകകപ്പിലും ഗിൽ തുടരുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഗിൽ ഫോം ഔട്ട് ആയതിനാലല്ല, മറിച്ച് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ടോപ്പ് ഓർഡറിൽ ഇറക്കുന്ന രീതിയിലുള്ള കോമ്പിനേഷൻ സ്വീകരിക്കുന്നതിനാലാണ് താരത്തെ ഒഴിവാക്കിയതെന്നാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത്. ഇതോടെ ലോകകപ്പിലും ന്യൂസിലാൻഡിനെതിരെയുള്ള സീരീസിലും സഞ്ജു സാംസൺ തന്നെ ഓപ്പൺ ചെയ്തേക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കുന്നത് ടീമിന് കൂടുതൽ സ്ഥിരത നൽകും എന്നതാണ് ഇതിന് കാരണമായി പറഞ്ഞത്. ഇതോടെ ഓപ്പണിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും പകരക്കാരനായി ഇഷാൻ കിഷനും ടീമിലേക്കുള്ള വഴി തെളിഞ്ഞു. എന്നാൽ ഗില്ലിനെ പെട്ടെന്ന് ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ച് പല ചർച്ചകളും ക്രിക്കറ്റ് ലോകത്ത് നടക്കുന്നുണ്ട്. ടെസ്റ്റിലും ഏകദിനത്തിലും ഇതിനോടകം തന്നെ ക്യാപ്റ്റനായ ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു സെലക്ഷൻ കമ്മിറ്റിയുടെ താല്പര്യം. എന്നാൽ ലോകകപ്പിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനം ഗൗതം ഗംഭീറിന്റേതായിരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ. ലോകകപ്പിന് ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയും കളിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ടീം അനൗൺസ്മെന്റിന് തൊട്ടുമുമ്പ് മാത്രമാണ് താൻ ടീമിലില്ല എന്ന കാര്യം അറിയുന്നതെന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.